ചിമ്മിനി മേഖലയിലെ കാട്ടാന ശല്യത്തിന് കൂച്ചുവിലങ്ങിട്ടില്ലെങ്കിൽ തോട്ടം മേഖല അപ്രത്യക്ഷമാകും. ഒരു നൂറ്റാണ്ടിലേറെ കാലം പ്രദേശത്തിനാകെ തൊഴിൽ നൽകിയ ഒരു മേഖല അധികാരികളുടെ പിടിപ്പുകേട് മൂലം തകർന്നടിയുന്ന ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത്. ചിമ്മിനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്ലാന്റേഷനുകളിൽ കാട്ടാനകൾ കടന്നുവരുന്നതും തൊഴിലാളികൾ ആക്രമിക്കപ്പെടുന്നതും നിത്യമെന്നോണം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. എന്നാൽ ഇന്ന് ഈ മേഖലയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 200 ഹെക്ടർ സ്ഥലത്ത് റീപ്ലാന്റ് ചെയ്ത റബ്ബർ തൈകളിൽ 33 ഹെക്ടർ സ്ഥലത്തെ റബ്ബർ തൈകളാണ് കഴിഞ്ഞ 1.5 മാസക്കാലം കൊണ്ട് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. റബ്ബർ തൈകൾ ഭക്ഷിക്കുകയും റബ്ബർ മരങ്ങളുടെ തൊലി അടർത്തിയെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുകയാണ് ഇവ എന്നും ആനകളുടെ ഭക്ഷണ രീതിയിൽ വന്ന വ്യത്യാസമായിരിക്കാം റബ്ബർ തൈകളും ഭക്ഷിക്കുന്നതിന് കാരണമെന്നും ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ മാനേജർ ബെന്നി മാത്യു പറഞ്ഞു. 2018 മുതൽ ആകെ റീപ്ലാന്റ് ചെയ്ത 200 ഏക്കറിൽ 33 ഹെക്ടർ സ്ഥലത്തെ തൈകളാണ് ഇതിനോടകം നശിപ്പിച്ചു കളഞ്ഞത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു 10 വർഷം കഴിയുമ്പോൾ പുതിയതായി ഇപ്പോൾ വെച്ച് 2 ലക്ഷം തൈകളാണ് അടുത്ത 7 വർഷത്തിന് ശേഷം തൊഴിലാളിക്ക് ഇവിടെ ജോലി സാധ്യതയായിട്ട് വരേണ്ടത്. ആ ജോലി സാധ്യത ഇല്ലാതാവും. ഈ സ്ഥാപനം തന്നെ ഇല്ലാത്ത തരത്തിലേക്ക് തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ വ്യവസായ മേഖലയിൽപ്പെട്ട ഒന്നാണ് പ്ലാന്റേഷൻ പലപ്പള്ളി. ആ പ്ലാന്റേഷനിലെ കുണ്ടായി എസ്റ്റേറ്റ്, മുപ്പിളി എസ്റ്റേറ്റ് ഒക്കെ തന്നെ അന്യം നിന്ന് പോകുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഇതിനെതിരായി യൂണിയൻ പലവട്ടം പരാതി കൊടുത്തിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രെഞ്ച് കീറിയെങ്കിൽ മാത്രമാണ് ആനശല്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ആ ട്രെഞ്ച് കീറുന്നതിന് ഫോറസ്റ്റ് എതിരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ട്രെഞ്ച് കീറിയാൽ അവർ പറയുന്നത് ഇവിടെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലൊക്കെ തന്നെ ഉണ്ടാകും, അതുകൊണ്ട് ട്രെഞ്ച് കീറാൻ കഴിയില്ല എന്നാണ്. കാട്ടാനശല്യം കുറയ്ക്കുന്നതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൈകാതെ റീപ്ലാന്റ് ചെയ്ത സ്ഥലം മുഴുവൻ നശിപ്പിക്കപ്പെടുകയും വരും വർഷങ്ങളിൽ തോട്ടം മേഖലയിൽ തൊഴിൽ ഇല്ലാതാകുന്ന തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ്. ടാപ്പിങ്ങിന് പ്രായമായ റബ്ബർ മരത്തിൽ നിന്ന് 30 വർഷം വരെ ടാപ്പിംഗ് നടത്താനാകും. ഹെക്ടർ 1-ന് 1 തൊഴിലാളി എന്ന നിലയിൽ ക്രമീകരണമുള്ള തോട്ടം മേഖലയിൽ 33 ഹെക്ടറിലെ തൈകൾ നശിപ്പിക്കപ്പെട്ടതോടെ അത്രയും പേർക്ക് വരും വർഷങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഉള്ളത്. കാട്ടാനകളെയും മറ്റു വന്യമൃഗങ്ങളെയും നിയന്ത്രിക്കാനായില്ലെങ്കിൽ അതിന് നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കുമെന്ന് ഇവർ പറയുന്നു. ഹാരിസൺ മലയാളത്തിൻ്റെ കുണ്ടായി എസ്റ്റേറ്റിലുള്ള റീപ്ലാന്റിംഗ് ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാലായിട്ട് കാണാൻ പറ്റും, വളരെ പ്ലെയിനായിട്ട് കിടക്കുന്നത്. അതൊക്കെ പ്ലാന്റ് ചെയ്ത ഭാഗങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്കകം ആന മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ ഭാഗങ്ങളാണത്. അപ്പോൾ ഇത്രയധികം തൈകളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 വർഷം പ്രായമായ റബ്ബർ തൈയാണ് ഈ ഫീൽഡിലുള്ളത്. അതാണ് ഈ ഒരു അളവിൽ നശിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഭാഗത്ത് ഇപ്പോൾ എൻ്റെ മുൻഭാഗത്ത് തന്നെ ഇപ്പോൾ ആന നിൽപ്പുണ്ട്, ഒരു 5-8 ആന നിൽപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഇവിടെ ജോലി ചെയ്യുന്ന വാച്ചർമാരായാലും ജോലിക്കാരായാലും അവർ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ആനകൾ വന്ന് ശല്യം ചെയ്യുകയാണ്. ഞങ്ങൾ വാച്ചർമാരാണ്. ഞങ്ങളിത് ഇവിടെ കിടന്നപ്പോഴാണ് ആന വന്നിട്ട് ഷെഡ് പൊളിച്ചത്. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. അതിൻ്റെ ഇടയിൽ പുലികളുണ്ട്, മഹനുണ്ട്, പിന്നെ കാട്ടുപോത്തുണ്ട്, മറ്റുള്ള ജീവികളൊക്കെ ഉണ്ട് അതിനകത്ത്. ഞങ്ങൾ കണ്ട കഴിക്കാൻ ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. രാവിലെ 10 മണിക്കാണ് ഒരു പുലി വന്ന് നമ്മൾ കൂട്ടാനായ ഒരു വാച്ചറുണ്ടായിരുന്നു അവിടെ, സജി എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ അടുത്തു നിന്നാണ് പുലി പട്ടിനെ എടുത്തുകൊണ്ട് പോയത്. അതുപോലെ ഭയങ്കര ശല്യങ്ങളുണ്ട് ഇവിടെ. ഭയങ്കര കടുവയുണ്ട്, പുലിയുണ്ട്, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ. 1910-ൽ പ്ലാന്റേഷൻ പൂർണ്ണതോതിൽ എത്തുമ്പോൾ അന്ന് തോട്ടം മേഖലയ്ക്ക് സംരക്ഷണത്തിനായി ട്രഞ്ച് നിർമ്മിച്ചിരുന്നു എന്നും അന്ന് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നില്ല എന്നും തൊഴിലാളികൾ പറഞ്ഞു. 2018-ന് ശേഷമാണ് കാട്ടാനശല്യം ഉൾപ്പെടെ പ്രദേശത്ത് വ്യാപകമായത്. 40 മുതൽ 60 വരെ കാട്ടാനകൾ പാലപ്പള്ളി കുണ്ടായി എസ്റ്റേറ്റിൽ മാത്രമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ സംഘത്തിലുള്ളവയാണ് താളുപ്പാടം, ഇഞ്ചക്കുണ്ട് പ്രദേശങ്ങളിലും എത്തുന്നത്. തോട്ടം മേഖലയിൽ നിന്ന് ഭക്ഷണം ലഭിക്കാതായാൽ കാട്ടാനക്കൂട്ടം സമീപത്തെ ജനവാസ മേഖലയെ കീഴടക്കും എന്നുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അധികാരികൾ ഉണർന്ന് ഫലപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. എത്രയും വേഗം വന്യമൃഗങ്ങളുടെ ഈ കടന്നുവരവിനെ ഒരു കടിഞ്ഞാണിട്ടില്ലെങ്കിൽ തോട്ടം മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെടുക മാത്രമല്ല, തോട്ടം മേഖല തന്നെ ഇല്ലാതെയാകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തോട്ടം മേഖലയ്ക്ക് ചുറ്റും ട്രഞ്ച് കീറി വന്യമൃഗങ്ങൾ കടന്നുവരുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നാണ് തോട്ടം തൊഴിലാളികൾക്കും യൂണിയൻ പ്രതിനിധികൾക്കും ഒരുപോലെ അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്.